വിമൽ പക്കിയും ജോസ് ചെല്ലപ്പനും തമ്മിൽ എന്താണ് വിഷയം? ജോസ് ചെല്ലപ്പനിട്ട് തല്ലാനൊരു ആയുധം കിട്ടിയിട്ട് എന്താണ് നിങ്ങൾ തല്ലാത്തത്? ആലപ്പുഴ നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീമാൻ ജോസ് ചെല്ലപ്പനെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് കൗൺസിൽ നഗരസഭ എന്തൊക്കെയോ പ്രമേയങ്ങളോ കാര്യങ്ങളോ ഉത്തരവുകളോ ഒക്കെ ഇറക്കിയെന്നൊക്കെ പറയുന്നത് കേട്ട് ഇത് പലരും ഞങ്ങൾക്ക് അയച്ചു തരികയും ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് അയച്ചു തന്നത്. അവരോടൊക്കെ സ്നേഹവും ബഹുമാനമൊക്കെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. എനിക്കെന്തിനാണ് ഇത് അയച്ചു തരുന്നത്? ഞാനും ജോസ് ചെല്ലപ്പനും തമ്മിൽ യാതൊരുവിധ വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന അയാളുടെ പോസ്റ്റിൽ ഇരുന്ന് അയാൾ ചെയ്യുന്ന ചില പ്രവർത്തികളിൽ എനിക്കുള്ള വിയോജിപ്പ് മാത്രമാണ് ഞാൻ എപ്പോഴും രേഖപ്പെടുത്തുന്നത്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ശത്രുതയില്ല. ഇവിടെയുള്ള മറ്റാരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. ദയവേത് അയാളുടെ ജോലി ചെയ്യട്ടെ. ഇവിടെ നടന്ന റവന്യൂ തട്ടിപ്പ് ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒരു സാധനം ചെയ്തിരുന്നു. അതിനോടൊപ്പം ജോസ് ചെല്ലപ്പൻ പോയി വീഡിയോ ഇട്ട് ഇന്ന കണക്ക് വലിയൊരു റവന്യൂ തട്ടിപ്പ് നടത്തി എന്ന തരത്തിലുള്ള ഒരു ലൈവ് അദ്ദേഹം ഇടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭാ സെക്രട്ടറി ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലോ സൗത്ത് പോലീസ് സ്റ്റേഷനിലോ എവിടെയോ ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ നടന്ന വ്യാജ ടിക്കറ്റ് ഉപയോഗിച്ച് ഷോ നടത്തിയതിന്, മുനിസിപ്പാലിറ്റിയുടെ വ്യാജമായ സീല് മറ്റും ഉപയോഗിച്ച് ഷോ നടത്തിയതിനെതിരെ മുനിസിപ്പൽ സെക്രട്ടറി ഒരു പരാതി കൊടുക്കുക ഒരു 2ാം മാസത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് അത്തരത്തിലുള്ള വലിയ വലിയ കൊള്ളക്കാർ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് ഈ ജോസ് ചെല്ലപ്പൻ എന്തോ മാരകമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ കണ്ടു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. അത് അയാളുടെ വിഷയമാണ്. അതിനകത്ത് ഇടപെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും ഞങ്ങൾ കൂടുതലും പറയുന്നത്. ഇത്തരത്തിലുള്ള ഞങ്ങളെ ഒരു ചട്ടുകമാക്കി ഉപയോഗിക്കാം എന്നുള്ള ധാരണ ആർക്കും വേണ്ട. ജോസ് ചെല്ലപ്പൻ അത് ജോസ് ചെല്ലപ്പൻ്റെ വിഷയമായി കൈകാര്യം ചെയ്തോളും. ജോസ് ചെല്ലപ്പനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അയാളുടെ വഴിക്ക് വിട്ടേക്കുക. അയാൾ നഗരസഭാ വൈസ് ചെയർമാൻ എന്ന നിലയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് തുടരുക തന്നെ ചെയ്യും. പക്ഷേ ഒരു കാര്യത്തിന് വിളിച്ചാൽ അദ്ദേഹം ഇടപെടാറുമുണ്ട്. അതുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു പണിയായിട്ട് ഇതിനെ കാണുന്നില്ല.